സിജോയുടെ ഡബിൾ സ്റ്റാൻഡ് ഇന്നലെ പൊളിഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ എപ്പിസോഡിൽ സിജോ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. ഫെയർ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ജാസ്മിൻ അവിടെ അടി കിട്ടിയ സമയത്ത് അപ്സര പറഞ്ഞതാണ് അടി കിട്ടിയിട്ടുണ്ടെന്ന്. അടി കിട്ടിയ സമയത്ത് അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു പവർ റൂം മെമ്പേഴ്സ് എല്ലാവരും അവിടെ പോയിരിക്കുക എന്നുള്ളത് റിപ്പീറ്റഡ്ലി പറയുന്നുണ്ട്. കണ്ണിന്ന് വെള്ളവും വരുന്നുണ്ട്. അത് വളരെ കൃത്യമാണ്, എവിഡന്റ് ആണ്. സിജോ അതിൽ സപ്പോർട്ട് ചെയ്തതിൽ ഒരു തെറ്റുമില്ല. കാരണം സിജോക്ക് ഓൾറെഡി ഫിസിക്കൽ അസാൾട്ട് സംഭവിച്ചതാണ്. അപ്പൊ ഇന്നലെ ലാലേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്ന സമയത്ത് സിജോ പറയുന്നുണ്ട്, ലാലേട്ട എനിക്ക് പരാതി ഉണ്ടെന്ന് പറയാൻ കാരണം എനിക്ക് ഓൾറെഡി ഇതുപോലെയുള്ള ഒരു അനുഭവം ഉണ്ടായതാണ്. ഈ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം ഇനി നടന്നു കഴിഞ്ഞാൽ ഞാൻ പരാതി പറയും, അത് എവിടെ സംഭവിച്ചാലും. ഉദാഹരണം പറയുന്നുണ്ട്, അർജുനോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മൾ തമ്മിൽ കൈ ഉയരുമോ, അങ്ങനെയൊക്കെ സിജോ ഘോരം പ്രസംഗിക്കുന്നുണ്ട്. അതോടൊപ്പം പറയുന്നുണ്ട്, ഈ ഹൗസിൽ ഇതുപോലെയുള്ള ഒരു പ്രവൃത്തി നടക്കാൻ ഞാൻ സമ്മതിക്കില്ല, നടന്നു കഴിഞ്ഞാൽ ഞാൻ കംപ്ലൈന്റ് പറയൂന്ന്. അപ്പൊ സിജോയോടാണ് ചോദ്യം. കഴിഞ്ഞ ആഴ്ച ജയിലിൽ വെച്ച് ജിൻഡോയെ ജാസ്മിൻ അടിച്ചിട്ടുണ്ട്. ദേഷ്യം വന്ന് എണീച്ചു പോയി അടിച്ചതാണ്. അടിക്ക് ശക്തി ഉണ്ടോ ഇല്ലയോ എന്നല്ല, അതൊരു ഫിസിക്കൽ അസാൾട്ട് ആണ്. അപ്പൊ ആ സമയത്ത് ജിൻഡോ അവിടെ ഒന്നും പ്രതികരിക്കാതെ കിടന്നതാണ്. ജാസ്മിൻ ഇവിടെ എന്ത് ആക്ട് ആണോ ചെയ്തത് അതിന് സിജോ പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജിൻഡോ റിയാക്ട് ചെയ്യാതെ കിടന്നതാണ്. പ്രവോക്ക് ആയിട്ട് തന്നെയാണ് ജാസ്മിൻ അടിച്ചത്. അടിക്ക് ശക്തി ഉണ്ടോ എന്നല്ല. അപ്പോ കുറച്ചെങ്കിലും മര്യാദ ഉണ്ടെങ്കിൽ ആ ഒരു പ്രവൃത്തി തെറ്റായി പോയി. അങ്ങനെ ജാസ്മിൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇതേ രീതിയിൽ ലാലേട്ടന് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറയണം, എനിക്ക് കംപ്ലൈന്റ് ഉണ്ട്, ജാസ്മിൻ എന്തിനാണ് ജിൻഡോ അടിച്ചത്, ശക്തി ഉണ്ടോ ഇല്ലയോ എന്നല്ല, പ്രവോക്ക് ആയിട്ടാണ് അടിച്ചത്, അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം സിജോ കാണിക്കേണ്ടിയിരുന്നു. ഇവിടെയാണ് സിജോയുടെ ഡബിൾ സ്റ്റാൻഡ് പൊളിഞ്ഞിട്ടുള്ളത്. ജാസ്മിന് വേണ്ടി ഘോരം പ്രസംഗിച്ചു, ജിൻഡോക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. അവിടെ സിജോ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു കളങ്കം വരുത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? തീർച്ചയായും നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.